ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇവിടുത്തെ സമയം എത്ര മണിവരെ? അത് മാത്രം വേണ്ട, അത് മാത്രം വേണ്ട. പിന്നെ എന്ത് നിന്നോടാ. ഇത് ഞങ്ങൾ ഒറിജിനൽ മുതല കിടക്കും പോലെ തന്നെ ഉണ്ട് കേട്ടോ. കണ്ടിട്ട് തന്നെ പേടിയാവുന്നത്. ഒറിജിനൽ തന്നെ ഇല്ല അല്ല. എന്ത് രസം നോക്കിയത് കാണാൻ. ഞങ്ങളിതിപ്പോൾ ഉള്ളത് കണ്ണൂരിനടുത്ത്, പഴശ്ശിനിക്കടവിനടുത്ത് ഏബിൾ വില്ലേജ് എന്നുള്ള ഒരു എന്താ പറയുക, നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ള ഏബിൾ വില്ലേജ് എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്. ഇത് ഇഗ്വാനയാണ് കിടക്കുന്നത്. ഇഗ്വാന രണ്ടെണ്ണം അതിനകത്തുണ്ട്. മുകളിൽ ഇരിപ്പുണ്ട്, കാണാൻ പറ്റുന്നില്ല, കുറച്ചേ പറ്റുന്നുള്ളൂ. ഇത് ഏബിൾ വില്ലേജ് എന്നുള്ളൊരു എന്താ പറയുക, ഒരു മ്യൂസിയം പോലെ തന്നെ പാർക്കാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രൈവറ്റാണെന്ന് തോന്നുന്നു. ഇത് ഇഗ്വാനയാണ് കിടക്കുന്നത്. ഇഗ്വാന രണ്ടെണ്ണം അതിനകത്ത് മുകളിലുണ്ട്. അത് കയ്യിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് കാട്ടുകോഴികളാണ്. അതെല്ലാം ഈ പാർക്കിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. അത് ഇടയിൽ ഇത് 2 കോഴികൾ. ഇതൊരു നല്ല വിലയുള്ള കാട്ടുകോഴികൾ തന്നെയാണ് തോന്നുന്നത്. ഞങ്ങളിന്നുള്ളത് കണ്ണൂരിലാണ്. നമ്മുടെ പ്രിയ അനുജൻ മനോജിൻ്റെ 2 ചോട്ട് ബസ്സുകളായിരുന്നു നമ്മുടെ കൂടെ ഉണ്ട് ഇന്ന്. എന്നല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് ഈ ഒരു കാര്യം എന്നുള്ളത്. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ പ്രതീക്ഷകൾ തെറ്റുന്നതുകൊണ്ട് മാത്രമാണ് അതൊക്കെ പോകുന്നത്. ബാബാ എന്നേ 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 കടിക്കരുത്. മെയിലായിട്ട് അത് പിടിച്ച് കയ്യിലില്ല. പ്രാവുകളുടെ വെറൈറ്റി താഴെയുണ്ട്. ഇതും പ്രാവാണ്. ഉണ്ട് വെറൈറ്റി പ്രാവുകളെല്ലാം ഉണ്ട്. എന്തായാലും നല്ല വിലയുണ്ട്. കിങ് പീജിയൻ പോപ്പുലർ ടൈപ്പ് അങ്ങനെയൊക്കെ കുറേ കിടപ്പുണ്ട്. വാട്ടർ
ഒരു ഇഗ്വാനയുണ്ട്. ഇഗ്വാന മുകളിലിരിക്കുകയാണത്, കാണാൻ പറ്റും. ഇവിടെ ഇരിക്കുകയാണ്. ഒരു കീരിയാണ്, പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് കീരിയല്ല, വ്യത്യാസമുണ്ടല്ലേ. ആണല്ലേ, ഒരു കീരിയാണ്. വ്യത്യാസമല്ലേ, കളർ വ്യത്യാസമുണ്ട്. രണ്ടുപേരുണ്ട് ഇതിനകത്ത്. കാട്ടുപൂച്ച എന്ന് പറഞ്ഞു. ഇനി ഇത് പാമ്പുകളുടെ സെക്ഷനാണ്. ഇത് റോയൽ ബാൾ പൈത്തൺ. ഞങ്ങൾ കണ്ണൂർ വയനാടൊക്കെ പോകാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അവിടുത്തെ പാർക്കിൽ ഇതേ കൊടുക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് പൂജപ്പുര. ഇവിടെ എന്താ ജോലിയാണ്? ഇവിടെ എന്താണ് ജോലി? നോക്കുക. പേരെന്താ? പ്രിയ. ഓക്കെ പ്രിയ, താങ്ക് യു. സ്വയം എടുത്ത് വഴികളെ കംബോഡിയൻ. ഇത് സോവിയറ്റ് ഇഞ്ചിലാണോ? അവർ വളർത്തുന്നത്, പക്ഷെ അത് ഇറങ്ങി നടക്കാറ്. ഇടുമ്പോഴേക്കും കൊണ്ട് മാറിപ്പോയത്. നല്ല അനുസരണയിലാണെന്ന് തോന്നുന്നു. ടാക്സി ഇങ്ങനെ എടുത്താൽ അതുപോലെ എന്നിട്ട് തിരിച്ച് നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഫോട്ടോ എടുത്ത് വയ്ക്കുകയാണ്. ഓക്കെ, സന്തോഷം. ശരി ശരി. സബ്സ്ക്രൈബ് ചെയ്താൽ വീട്ടിൽ പോകുമ്പോൾ ചെയ്താൽ. ഇതൊക്കെ ഇവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെയാണ് തോന്നുന്നു. ഓടിക്കളഞ്ഞ് പേടിക്കണ്ട. നമ്മളിപ്പോൾ വരില്ല. എല്ലാം കാണാൻ എടുക്കണമെന്നുണ്ട്, പക്ഷേ സമയമില്ല. മീനുകൾ കിടക്കുന്നുണ്ട്. ഇവിടെ ഗ്ലാസ് ഇതാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്ന മീനുകൾ തന്നെയാണ്. ഇതൊക്കെയാണ് എക്സിബിഷൻ. ഇങ്ങനെ ആയിരിക്കണം ഗ്ലാസ് ബോൾ ചെയ്യണം. തിരുവനന്തപുരത്തൊക്കെ ചെയ്യുന്നത്, പക്ഷേ ഇതുപോലെ അല്ലാതെ ചുമ്മാ കുറേ മാനത്ത് എണ്ണി പുറത്ത് മീനെ പിടിക്കുന്നത്. പക്ഷേ ഇത് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മറ്റേ അവിടെ സൗണ്ട് ഉണ്ടാക്കും. പേരുകളൊന്നും ഓർമ്മയില്ല, മറന്നുപോയി. അലിഗേറ്ററോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ പേരറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. നമുക്കിവിടെ സമയപരിധിയുണ്ട്. 6:30 മണി വരെ ഉള്ളൂ. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നന്നായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് തന്നതാണ് ഇന്നത്തെ ദിവസം. ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് നല്ല അടിപൊളിയായിട്ട്. ഇത് ക്രിയേറ്റീവാണ് എങ്കിലും സിമെൻറ്റിലേക്കാണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ. പേര് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം, ഫോട്ടോ ഇടാം, അപ്പോഴേക്ക് അറിയാൻ പറ്റുന്നത്. മനോജും അനഹയും മനുവിൻ്റെ 2 മക്കളും എല്ലാം പോകുന്നുണ്ട്. ഞാനും കൊണ്ട് പുറകെയുണ്ട്.
ചില ഫോട്ടോ എടുത്തൊക്കെ വരികയുണ്ട് കേട്ടോ. ഞാനും ഉണ്ട്, തന്നെ കൂടെയുണ്ട്. ഞാനുണ്ട്. കാണാൻ തന്നെ നല്ല രസമുള്ള സ്ഥലം. നമ്മൾ വന്ന സമയം കറക്റ്റായിട്ട്. എന്തുവാടേ മക്കാവേ? മക്കാവ് മുകളിൽ നിന്ന് പറന്നു വന്നുണ്ട്. ഫോട്ടോ എടുത്തോണ്ട് ഇഷ്ടപ്പെട്ടില്ല അവന്. എന്തില്ലേ ഇഷ്ടപ്പെട്ടില്ലല്ലേ നിനക്ക്? ആ അതായിരിക്കും. ആ നീ ഫോട്ടോ എടുക്കാൻ വന്നതാ എന്നെ? ഓ ആരാ വിളിച്ചേ? എന്താ പേരെന്താ? ഏയ് എന്താ പേര്? പേര് പറയില്ലേ? ഇവിടുത്തെ കിടക്കുന്ന 2 മക്കാവിൽ ഒന്നാണിത്. ആവുമ്പോൾ നോക്കണം, ഇഷ്ടപ്പെടുന്നില്ല. കുറേ നേരമായിട്ട് എൻ്റെ പുറകെ വരിക ഉണ്ടല്ലേ. ഇത് ഗ്രേ പാരറ്റ് അല്ലേ? അതിനെ ഗ്രേ പാരറ്റ്. ഇതിനെ പാവം ചേച്ചിൻ്റെ അടുത്ത് പറന്നു പോയത്. ഹായ് സുന്ദരി, ഹായ്. എങ്ങനെ കഴിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊരു പാട്ട് കേൾക്കുന്നുണ്ട്. മൂളിപ്പാട്ട് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പാടുന്ന ആളെ എന്നും തോന്നും. ഏത് പാട്ട്? മധുരമേ പ്രണയം. എല്ലാവരും ഇറങ്ങി, ഞാനും അങ്ങോട്ട്. സുന്ദരി കുട്ടികളെ എന്തേ? ഇത് വേറെ 2 തത്തകളാണ്. പേരുകളുണ്ട് അവിടെ ഉണ്ട്. ഇത് റെഡ്. രണ്ടുപേരും കൂടെ അടി കൂടെ കേട്ടാ. ഒരു രസം കാണാൻ അടിപൊളി. സമയമില്ല, അല്ലെങ്കിൽ പാട്ട് പാടി തരാമായിരുന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിയേ. ആ കട്ടോട്ടായിരുന്നു. പോവാൻ വഴി കിട്ടുന്നുണ്ട്.